എല്ലാവർക്കും പ്രഭാത വന്ദനം. അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ യേശുവിനെ കുറിച്ച് കേട്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് തന്നെ അത്ര വലിയ അനുഗ്രഹമാണ്. പ്രഭാതത്തിൽ നല്ല സമയം, ഏറ്റവും ഫ്രഷായിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുന്ന സമയം, ആദ്യത്തെ സമയം നമ്മൾ യേശുവിന് കൊടുക്കുകയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ നന്മ നിങ്ങൾ കാണും. ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ ബാക്കിയും അതുപോലെയാകുമെന്നാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന് റിസൾട്ടുണ്ട്. ആദ്യം ചെയ്യുന്ന കാര്യമാണ് അതിനൊരു തുടർച്ച ഉണ്ടാകുന്നത്. ആദ്യം നല്ല നിലത്ത് നമ്മൾ വിത്തിടുകയാണ്, അതങ്ങോട്ട് മുളച്ച് പിന്നീട് അതിൻ്റെ റിസൾട്ടുകളാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത്. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഇന്നത്തെ ദിവസം വലിയ പ്രതീക്ഷയോടെ നമുക്കിരിക്കാം. അത്ഭുതങ്ങൾ ഒരു ദിവസം എന്ന് ഇന്ന് നമ്മൾ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ അത്ഭുതങ്ങളായിരിക്കും. ഇന്നത്തെ ദിവസം ഒരു മൂടില്ല എന്ന് പറയാമോ? അന്നത്തെ ദിവസം ഒരു മൂടും ഉണ്ടാവില്ല. ഇന്നത്തെ ദിവസം ഒരു സ്വസ്ഥതയില്ല എന്ന് ചിലർ പറഞ്ഞാൽ അവർക്കത് തന്നെയാണ്. അല്ല, ഇന്ന് ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് ഞാൻ സന്തോഷിക്കും, ഇന്ന് ഞാൻ ആനന്ദിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ്. എൻ്റെ ഒരു ദിവസം പോലും ഞാൻ വേസ്റ്റ് ആക്കൂല. എൻ്റെ എല്ലാ ദിവസവും ഞാൻ ചിരിക്കും, എൻ്റെ എല്ലാ ദിവസവും ഞാൻ സന്തോഷിക്കും, എൻ്റെ എല്ലാ ദിവസവും ഞാൻ മറ്റുള്ളവർക്കൊരു നന്മയാകും, എൻ്റെ എല്ലാ ദിവസവും മറ്റുള്ളവർക്ക് ഞാനൊരു തണുപ്പാകും, എൻ്റെ എല്ലാ ദിവസങ്ങളിലും ഞാൻ മറ്റുള്ളവർക്ക് ഒരാശ്വാസമാകും. ഒരാളുടെയെങ്കിലും കണ്ണുനീര് ഞാൻ തുടയ്ക്കും, ഒരാളെയെങ്കിലും ഞാൻ ധൈര്യപ്പെടുത്തും, ഒരാളെയെങ്കിലും ഞാൻ സഹായിക്കും, ഞാൻ ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയും. എന്തെല്ലാം കാര്യം ഒരു ദിവസം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ വെറുതെ താടിക്ക് കയ്യും കൊടുത്ത് സമയം കളയുന്ന എത്രയോ പേരുണ്ട്. രാഷ്ട്രീയക്കാര്യവും പറഞ്ഞ്, സകല രാഷ്ട്രീയ നേതാക്കന്മാരെയും കുറ്റം പറഞ്ഞ്, നാടിനെ കുറ്റം പറഞ്ഞ്, റോഡിനെ കുറ്റം പറഞ്ഞ്, കാലാവസ്ഥ ചൂടിനെ കുറ്റം പറഞ്ഞ്, തണുപ്പ് വന്ന തണുപ്പിനെ കുറ്റം പറഞ്ഞ്. ഇതൊരു പിശാചിൻ്റെ പരിപാടിയാണ്. ഓരോ ദിവസവും നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയിൽ നിന്ന് യേശുവിൻ്റെ മക്കൾ പുറത്തു വന്നവരാണ്. നാം സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കരുത്. യേശുവിൻ്റെ മക്കൾ അവർ സമൃദ്ധിയുള്ളവരാണ്, നിറവുള്ളവരാണ്, അഭിവൃദ്ധിയുള്ളവരാണ്. നമ്മുടെ വാക്കുകളും ചിന്തകളും സംസാരവും എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വളരെ ഉയർന്നതായിരിക്കണം, നല്ല നിലവാരമുള്ളതായിരിക്കണം. നമ്മൾ പാടുന്ന പാട്ടുകൾ തന്നെ എത്ര ശ്രേഷ്ഠമായതാണ്. ദൈവത്തെ ഉയർത്തുന്ന പാട്ടുകൾ, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന പാട്ടുകൾ. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, യേശു നല്ലവൻ, മാറാത്തവൻ, വാക്കുമാറാത്തവൻ. ഏതെല്ലാം വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാം നാം യേശുവിന് കൊടുക്കണം. ആ മഹത്വം യേശുവിനെ നമ്മൾ പുകഴ്ത്തണം. യേശുവിൻ്റെ നാമത്തിന് തക്ക മഹത്വം നമുക്ക് കൊടുക്കാൻ കഴിയും. ബൈബിൾ വായിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പുകഴ്ത്താൻ കഴിയൂ. അനുഗ്രഹങ്ങൾ കാണാൻ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥന നിർത്തണം, എന്നിട്ട് അനുഗ്രഹത്തെക്കുറിച്ച് പഠിക്കണം. സമ്പത്ത് കാണാൻ പ്രാർത്ഥന ആദ്യം നിർത്ത്, എന്നിട്ട് സമ്പത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. സൗഖ്യമുണ്ടാകാൻ ആദ്യം പ്രാർത്ഥന നിർത്തണം, എന്നിട്ട് സൗഖ്യത്തെക്കുറിച്ച് ബൈബിളിൽ നിന്ന് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. വെറുതെ കിടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് മുഴുവനും പിച്ചും പേയും പറയുന്ന പോലെയാണ്. കരച്ചിലും നിലവിളിയും നിരാശയും യാചനകൾ മാത്രമാണ്. എന്നാൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന സമൃദ്ധിയുടെ കലവറകളൊക്കെ അറിയുമ്പോൾ പ്രാർത്ഥന രീതി തന്നെ മാറും. 10 മിനിറ്റ് കൊണ്ട് മറുപടി ഉറപ്പാ. അതുപോലെ ബൈബിൾ വായിച്ച് നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കണ്ടെത്തിയിട്ട് അതിനെ പിടിക്കാൻ പഠിക്കണം. കർത്താവ് അതിനുള്ള കൃപ തരും. ഇന്ന് നമുക്ക് യേശുവിനെ ചേർന്ന് പാടി ആരാധിക്കാം. Your name is like honey.
Your word is a lamp unto my feet. Jesus, I love you. I love you. Jesus. Risen and exalted one, Jesus, your name is like honey on my lips, your spirit's like water to my soul. Your word is a lamp unto my feet. Jesus, I love you. I love you. Your name is like honey on my lips. Your spirit's like water to my soul. Your word is a lamp unto my feet. Jesus, I love you. I love you. Jesus, I love you. I love you. I love you. Jesus, I love you. I love you. I love you. Jesus, I love you. I love you. I love you more than anything. Jesus, I love you. I love you. I love you. Jesus, I love you. I love you. I love you. Jesus, I love you. I love you. I love you more than anything. More than anything. Jesus. 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 Holy and anointed one. കഴിഞ്ഞ ദിവസം നമ്മൾ നിറവിനെ കുറിച്ച് കേട്ടു അല്ലേ? എല്ലാവരെയും നിറക്കുന്ന നിറവാണ് നമ്മുടെ കർത്താവ്. കർത്താവിൻ്റെ കൂടെ നടന്നാൽ മതി, എല്ലാം നിറവ് നിങ്ങൾ കാണും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, ഈ മനുഷ്യർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. പ്രാർത്ഥനയ്ക്കൊക്കെ ഇറങ്ങിയ നമ്മെക്കുറിച്ച് ആൾക്കാർക്ക് കുറേ ചിന്തയുണ്ട്. നമ്മോട് ദോഷം ചെയ്യുന്ന ചിലർക്ക് നമ്മെക്കുറിച്ച് കുറേ ചിന്തകളുണ്ട്. വ്യക്തിവൈരാഗ്യമുള്ളവരും നമ്മുടെ വീഴ്ച കാണാൻ നിൽക്കുന്നവരും നമ്മുടെ ഉയർച്ച കാണാൻ നിൽക്കുന്നവരും എല്ലാം ഈ സമൂഹത്തിലുണ്ട്. ഇവർക്കെല്ലാം കുറേ ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിനെല്ലാം മറുപടി കൊടുക്കുന്നത് നമ്മളല്ല, കർത്താവാണ്. അതാണ് ഏറ്റവും വലിയ രസം. നമ്മൾ ഇവരുടെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കണ്ട. ഈ ചോദ്യത്തിനെല്ലാം കർത്താവ് മറുപടി കൊടുത്തിരിക്കും. നമുക്ക് വേദപുസ്തകത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഇന്ന് അതിനുവേണ്ടി പഠിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പഠിക്കണം. നമ്മൾ ഓരോ വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ് മെച്ചമാകുന്നത്. ഇവിടെ ജോസഫിൻ്റെ ചരിത്രമാണ് ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഇവനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം അപ്പന് ജോസഫിനെ ഭയങ്കര ഇഷ്ടമാണ്.
പിന്നെ ജോസഫിന് നല്ല ഉടുപ്പുണ്ട്, പിന്നെ ജോസഫിന് നല്ല സ്വപ്നമുണ്ട്. ഇത്രയും മതിയല്ലോ. വീട്ടിലേറ്റവും ഇഷ്ടപ്പെട്ടവനാണ്, അതാണ് ഒന്നാമത്തെ കുശുമ്പ്. നല്ല ഉടുപ്പുണ്ട്. ഇന്നും അങ്ങനത്തെ പ്രശ്നമുണ്ട്. നല്ല ഡ്രസ്സ് ഇട്ട് വരുന്നവർക്ക് അത് നല്ല ഡ്രസ്സാണെന്ന് പറയാൻ പലർക്കും ഇഷ്ടമല്ല. നല്ലതാണ് കേട്ടോ, നന്നായിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇത് പറയാൻ ഭയങ്കര പാടാ. ഈ അടുത്ത ദിവസം നിങ്ങൾ ഇനി ആരെങ്കിലും കാണുമ്പോൾ പറയും നന്നായിട്ടുണ്ട്. ഇന്നത്തെ ദിവസം, അതായത് ഞാൻ ഈ കഴിഞ്ഞ അടുത്ത ദിവസം ഒരു കുഞ്ഞിനോട് പറഞ്ഞു നല്ല ഉടുപ്പാണെന്ന് പറഞ്ഞു. ആരോടെങ്കിലും ഒരാളോടെങ്കിലും ഞാനിത് പറയാറുണ്ട്. എന്തെങ്കിലും ഒന്ന് നല്ലതാണ്, എന്തെങ്കിലും ഒരു നല്ലത് അവരെക്കുറിച്ച് പറയണം. നല്ലതാണ്. മറ്റുള്ളവർക്കുള്ള പലതും നല്ലതാണെന്ന് പറയാൻ നമുക്ക് ഭയങ്കര പാടാ. കാരണം പിശാച് സമ്മതിക്കില്ല. നമ്മുടേതെല്ലാം നല്ലതാണെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ്. സ്വാർത്ഥതയാണ്. മറ്റുള്ളവരോട് അത് നല്ലതാണെന്ന് പറയാൻ അത് പിശാച് സമ്മതിക്കില്ല. അവരോട് പറയണം നന്നായിട്ടുണ്ട്, പാട്ട് നന്നായിട്ടുണ്ട്, ആ പറഞ്ഞ കാര്യം ഒത്തിരി നല്ലതായിരുന്നു, എനിക്ക് തന്ന അഡ്വൈസ് ഒത്തിരി നല്ലതാണ്, എനിക്ക് ആ മെസ്സേജ് അയച്ചില്ല, എനിക്ക് ഭയങ്കര പ്രയോജനപ്പെട്ടു. ആരോടെങ്കിലൊക്കെ നല്ലത് പറ. എന്നാൽ ഇവിടെ ജോസഫിൻ്റെ ഈ സഹോദരന്മാർക്ക് അപ്പന് ജോസഫിനോടുള്ള സ്നേഹം ഇഷ്ടപ്പെടുന്നില്ല. അവിടെ സ്വാർത്ഥതയാണ് ഇവന്മാർക്ക്. ജോസഫിനെ അപ്പൻ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. 2, ജോസഫിൻ്റെ പല നിറമുള്ള ആ മനോഹരമായ ഡ്രസ്സ് അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ജോസഫ് നന്നായി ഒരുങ്ങി നടക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അടുത്തത് ജോസഫ് കാണുന്ന സ്വപ്നം. ജോസഫിൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു സമൃദ്ധി ജനിച്ചപ്പോൾ മുതലേ ഉണ്ട്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവം ഇനിയും തരുമെന്നാണ്. ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനിയും തരും, ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും. ഹി വിൽ ആഡ്. അതാണ് ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ജോസഫ് എന്ന് കുഞ്ഞുനാൾ മുതൽ അപ്പനമ്മയും പറയുമ്പോഴൊക്കെ അവൻ ഉണ്ടായി വരികയാണ്. അവൻ്റെ പേരിൽ അത് കിടപ്പുണ്ട്, സമൃദ്ധി കിടപ്പുണ്ട്. അപ്പോൾ പേരുകളിൽ അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറഞ്ഞത് നിന്നെ ഇനി അബ്രഹാം എന്ന് വിളിക്കണം, ബഹുജാതികൾക്ക് പിതാവ്. ഒന്നുമില്ലാത്തപ്പോൾ ഇത് പറഞ്ഞ് അബ്രഹാം അങ്ങനെയായി. സാറായിയെക്കുറിച്ച് നീ സാറ ആകണം. എന്താണ്? രാജകുമാരി. അതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി രാജാക്കന്മാർ പുറത്തു വന്നു. പറയണം. അപ്പൊ ജോസഫിന്റെ ചെറുപ്പം മുതലേ ജോസഫിനെ കുറിച്ച് പറയുന്നത് തന്നെ സമൃദ്ധിയാണ്. ദൈവം ഇനിയും കൂട്ടിച്ചേർക്കും. ഇവർക്കിത് സഹിച്ചില്ല. അവന്റെ സമൃദ്ധി ആർക്കും ഇഷ്ടമല്ല. സ്നേഹത്തിന്റെ സമൃദ്ധി അവന് ലഭിക്കുന്നുണ്ട്, വസ്ത്രത്തിന്റെ സമൃദ്ധി അവനുണ്ട്, സ്വപ്നത്തിന്റെ സമൃദ്ധി. സ്വപ്നം എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം കൊണ്ട് അവൻ എവിടം വരെ എത്തുമെന്നുള്ള ഒരു പാക്കേജ് അവന് കിട്ടിക്കഴിഞ്ഞു. അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവനും ആ പൂർത്തീകരണത്തിന്റെ പാക്കേജ് അവന് കിട്ടിക്കഴിഞ്ഞു. സഹോദരന്മാർക്കത് കിട്ടിയിട്ടില്ല. ഇതവർക്ക് സഹിക്കുമോ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ സഹോദരന്മാർ ആട് മേയ്ക്കാൻ ദൂരെ, അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ വളരെയധികം സമ്പത്തുള്ള ഒരപ്പൻ്റെ മക്കളാണ്. ഈ 10 പേര് ആടിനെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. വലിയ കൂട്ടങ്ങളാണ്, അതുപോലെ സമൃദ്ധിയാണ്. ഒരു രാജ്യത്തിന് പോലും വഹിക്കാൻ പറ്റാത്ത സമ്പത്താണ്. അന്നൊക്കെ ബാങ്കിലല്ല കിടക്കുന്നത്, ആടായിട്ടും ഒട്ടകമായിട്ടൊക്കെയാണ് സമ്പത്ത് കിടക്കുന്നത്. അപ്പം ഈ വലിയ സമ്പത്ത്, ദേശം മുഴുവൻ നിറഞ്ഞ സമ്പത്ത്, അവരിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു രാജ്യത്തൂടെയാണ് രാജ്യങ്ങളെ കവർ ചെയ്ത് പോകുന്നവർ. അതുപോലെ സമ്പത്താണ്. രാജാക്കന്മാർക്ക് പോലും ഇല്ലാത്ത സമ്പത്താണ്. അങ്ങനെ സമൃദ്ധിയുള്ള ഈ സഹോദരന്മാരുടെ വിശേഷം തിരക്കാൻ അപ്പൻ വിട്ടത് ഈ മോനെയാണ്. അപ്പൻ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് മോനെ ആ പുതിയ ഉടുപ്പൊക്കെ ഇടിയിച്ച് ഇവനെ വിടുന്നു. ഇവനെ കണ്ടപ്പോൾ തന്നെ ഈ സഹോദരന്മാർക്ക്
ഇവനോട് വലിയ വിരോധമാണ് ഉണ്ടാകുന്നത്. അസൂയയിൽ നിന്നുണ്ടായ വൈരാഗ്യം, ഇവനെ കൊല്ലാനുള്ള ദേഷ്യമാണ്. എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമാണ്, ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അതായത് ഇവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്കൊന്ന് കാണാം. അല്ല, ഇവന് വലിയ സ്വപ്നക്കാരനല്ലേ, ഇവൻ പറഞ്ഞ സ്വപ്നം പൂർത്തിയാകുമോ എന്ന് നമുക്കൊന്ന് കാണാം. എന്നിട്ട് ഇവനെ പിടിച്ച് ഒരു കുഴിയിലിട്ടു. അതിൻ്റെ അർത്ഥം ഇവൻ്റെ സ്വപ്നം നടക്കരുത്. ഇവൻ്റെ സ്വപ്നം നടക്കാതിരിക്കാൻ ഇവനെ പിടിച്ച് ഒരു കുഴിയിലോട്ടിട്ടു. അങ്ങനെ ഒരു സഹോദരൻ പറഞ്ഞു, അല്ല, അവനെ കൊല്ലരുത്, അവനെ നമുക്ക് അവനെ രക്ഷിക്കാനായിട്ട് ഒരുവൻ നോക്കി. അവനും ഇഷ്ടമല്ല, എങ്കിലും കൊല്ലാൻ മനസ്സില്ല. എന്നാൽ ആ ജ്യേഷ്ഠൻ ഇല്ലാത്ത സമയത്ത് ബാക്കി എല്ലാവരും കൂടി ഇവനെ എന്ത് ചെയ്തു, അതിൽ നിന്ന് കയറ്റി. യഹൂദ പറഞ്ഞു, കൊല്ലണ്ട, ഇവനെ നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 20 വെള്ളിക്കാശിനെ വേറൊരു രാജ്യക്കാർ, ഇസ്മായേലിയ കച്ചവടക്കാർ, അവർക്ക് വിറ്റു. അവര് ഇവനെ കൊണ്ടുപോയി മിസ്രൈമിലെ ഒരു ചന്തയിൽ കൊണ്ടുപോയി, ആടിനെയും മാടിനെയൊക്കെ വിൽക്കുന്ന ചന്തയെ കൊണ്ടുപോയി ഇവനെ അടിമയായിട്ട് വിറ്റു. മിസ്രൈമിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, രാജകൊട്ടാരത്തിലെ വലിയൊരു ഉദ്യോഗസ്ഥൻ ഇവനെ കുറച്ച് പൈസ കൊടുത്ത് ഇവനെ വിലക്ക് വാങ്ങി. അങ്ങനെ വീട്ടിലെ വേലക്കാരനാക്കി. നോക്കണേ, അവൻ്റെ സാധ്യതകളെയെല്ലാം കൊന്നുകളയാണ്. ഇവൻ വലിയവനാകരുത്, ഇവൻ്റെ നന്മകൾ നിലനിൽക്കരുത്. അപ്പം ഇവനിൽ നിന്ന് എടുത്തു കളഞ്ഞത്, ഇവർ ചേട്ടന്മാർ എടുത്തു കളയാൻ നോക്കിയത് 3 കാര്യം. അപ്പനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശ്രേഷ്ഠത നിലനിൽക്കരുത്. 2, ഇവൻ്റെ ഈ ഉടുപ്പ്, ഇനി നമ്മളെക്കാൾ മികച്ച ഒരു ഉടുപ്പ് ഇവന് വേണ്ട. ആ ഉടുപ്പ് ഊരിയെടുത്തു. അവന് ഉടുപ്പില്ലാതെയാണ് ഇവൻ ഈ ഉടുപ്പിട്ടുകൊണ്ട് ഇനി നടക്കണ്ട. 3, ഇവൻ്റെ സ്വപ്നം നടക്കരുത്. 3 കാര്യങ്ങൾക്ക് പിശാചി 10 സഹോദരന്മാരെ ഉപയോഗിക്കുകയാണ്. അവരവനെ വിറ്റു. അതായത് അവനെ, സമ്പന്നനായ ഒരു അപ്പൻ്റെ മോനെ, ലോകത്തിൽ വെച്ച് ഏറ്റവും തരം താഴ്ന്ന ഒരു അടിമയാക്കി ഈ ചേട്ടന്മാർ മാറ്റി. ഇനി നടക്കൂലല്ലോ, ഇനി സ്വപ്നം നടക്കൂലല്ലോ. എന്നുള്ളൊരു കാര്യം അറിയാമോ? സ്വപ്നം നടത്തുന്നത് ജോസഫ് അല്ല. ആര് സ്വപ്നം കൊടുത്തുവോ ആ ദൈവമാണ് അവൻ്റെ സ്വപ്നത്തെ പൂർത്തിയാക്കുന്നത്. നിങ്ങൾ ഈ സത്യം അറിയണം. നിങ്ങൾ അധ്വാനിച്ചിട്ടല്ല നിങ്ങളുടെ സ്വപ്നം പൂർത്തിയാകുന്നത്. നിങ്ങളുടെ പരിശ്രമമല്ല, നിങ്ങളുടെ ബന്ധങ്ങളല്ല. ദൈവം നിങ്ങൾക്കൊരു സ്വപ്നം തന്നതാണെങ്കിൽ, ദൈവത്തിൻ്റെ വിളി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ, ഫിലിപ്പിയ ലേഖനം 1:4, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ പൂർത്തിയാക്കും. ലോകം മുഴുവൻ നോക്കിയാലും പരാജയപ്പെട്ടു. ഇതാ, ഇവൻ്റെ സ്വപ്നം നടക്കരുതല്ലോ. ഇവനെ ഒരു അടിമയായിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയി. ആ വീട്ടിൽ ഇപ്പോൾ അവൻ്റെ ഡ്രസ്സ് ഏതാണെന്ന് അറിയാമോ? അടിമയുടെ ഡ്രസ്സാണ്. ചന്തയിൽ അവനെ അടിമയാക്കി നിർത്തിയിരിക്കുകയാണ്. അടിവസ്ത്രം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് അവൻ ആരുടെ വീട്ടിലോട്ട് പോകുന്നത്? അടിമകൾക്ക് അടിവസ്ത്രം മാത്രമേ ഉള്ളൂ, മാറുമറക്കാൻ പോലും ഒന്നുമില്ല. അങ്ങനെ പോത്തിഫാറിൻ്റെ വീട്ടിൽ ചെന്നു. പോത്തിഫാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങളാണ്. ഒന്ന്, അവനോട് ആ വീട്ടുകാർക്ക് ഇഷ്ടം തോന്നി. ആ യജമാന് ഭയങ്കര ബഹുമാനം അവനോട്. യജമാൻ അവനെ അവിടുത്തെ കാര്യസ്ഥനാക്കി മാറ്റി. ഭയങ്കര റെസ്പെക്റ്റ്. എല്ലാ താക്കോലും അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. കാരണം അവൻ ചെന്നപ്പോൾ അവന് ഫേവറാണ്. അവിടെ ചെന്നപ്പോൾ 2, അവന് നല്ല വസ്ത്രം കൊടുത്തു. പോത്തിഫാർ അവിടുത്തെ ഒരു ഉയർന്ന നിലവാരമുള്ളൊരു വസ്ത്രം അവന് കൊടുത്തു. അവൻ്റെ ഭക്ഷണം നിലവാരമുള്ളതായി മാറി. അവൻ്റെ പദവി, ആ വീട്ടിൽ കിട്ടാവുന്ന പോത്തിഫാർ കഴിഞ്ഞ് അടുത്ത ലെവലായി. അവൻ്റെ നിലവാരം മാറി. അവിടെയും പിശാചിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിശാച് ആ പോത്തിഫാറിൻ്റെ ഭാര്യയെ കയ്യിലെടുത്തു.
ഒരാൾക്ക് ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിൽ, സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്ക് എത്താതിരിക്കാൻ ആദ്യം ഉപയോഗിച്ചത് പിശാച് 10 ചേട്ടന്മാരെയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നത് പോത്തിഫറിൻ്റെ ഭാര്യയാണ്. അങ്ങനെ പോത്തിഫറിൻ്റെ ഭാര്യയെ ഇവനെ നശിപ്പിക്കാൻ നോക്കി. എന്നാൽ ദൈവത്തിൻ്റെ വിളിയുള്ളവൻ നശിക്കുമോ? ഒരിക്കലുമില്ല. അവൻ അവിടെ നിന്ന് ഓടാനുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ സ്വപ്നത്തിലെത്താനുള്ള ജ്ഞാനമൊക്കെ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലെത്താൻ ദൈവം അവനെ പ്രത്യേകം നിറച്ചു വെച്ചിരിക്കുകയാണ്. ആർക്കും അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. പിശാച് അവിടെയും തോറ്റു. അങ്ങനെ അവൻ ജയിലിൽ പോയി. ജയിലിൽ ചെന്നപ്പോൾ അവൻ്റെ വസ്ത്രം പിന്നെയും പോയി. പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വസ്ത്രം പിന്നെയും പോയി. നിലവാരം വീണ്ടും താന്നു. ജയിൽ വസ്ത്രം, ഒരു നമ്പറൊക്കെ ഉള്ള ഒരു വസ്ത്രം. ജയിലിൽ കിടക്കുന്നവർക്ക് കിട്ടുന്നൊരു വസ്ത്രമുണ്ട്, കണ്ടാൽ സങ്കടം വരും. എന്നാൽ ദൈവം അവൻ്റെ കൂടെ ഇരുന്നു. ജയിൽ അധികാരികൾ അവന് നല്ല വസ്ത്രം കൊടുത്തു കാണും. കാരണം ജയിൽ മുഴുവൻ ഇപ്പോൾ ഇവൻ്റെ അണ്ടറിലാണ്. ജയിലിലുള്ളവർക്കുള്ള വസ്ത്രമല്ല ഇപ്പോൾ, ഇതിലൂടെ നിലവാരം കൂടിയ ഒരു ഡ്രസ്സൊക്കെ ജയിലിൽ കിട്ടി. കാരണം എല്ലാവരുടെയും പ്രീതി അവന്. അവൻ്റെ ഭക്ഷണം പോലും ജയിലിലുള്ള എല്ലാവരുടെയും അല്ല, കുറച്ചുകൂടി നിലവാരമാണ്. ഞാനത് ഭാവന കാണുകയാണ്. കാരണം എല്ലാവർക്കും അവനൊരു ബഹുമാനമുള്ള വ്യക്തിയായി മാറി. എന്നാലും ദൈവം പറഞ്ഞ നിലവാരം അതവൻ എത്തിയിട്ടില്ല. ഈ സഹോദരന്മാര് ഇവൻ്റെ വസ്ത്രത്തിലും ഇവൻ്റെ അപ്പനുമായിട്ടുള്ള ബന്ധം, ഇവൻ്റെ സ്വപ്നം, ഈ 3 എണ്ണത്തിലാണ് പിശാചി സഹോദരന്മാരിലൂടെ കയറിയത്. അതിൽ ഇവൻ എത്തരുത്. എന്നാൽ സമയമായപ്പോൾ, വേഗം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ, സമയമായപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് ഇവനൊരു എൻട്രി, ഒരു എൻട്രൻസ്, ഒരു ഓപ്പണിംഗ് കിട്ടുകയാണ്. ദൈവത്തിൻ്റെ വിളിയുള്ളവൻ, ദൈവത്തിൻ്റെ പ്ലാനുള്ളവൻ, അവൻ എത്തേണ്ടിടത്ത് എത്തും. ആർക്കും അവനെ തടഞ്ഞു വയ്ക്കുവാൻ സാധ്യമല്ല. ഇന്ന് എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇത് കേൾക്കാൻ വേണ്ടി ചിലർ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. നിന്നോടുള്ള ദൂതാണ്, നിന്റെ വിളിയതാണ്. നീ എവിടെ പോയാലും മുൻനിരയിൽ വരും. അത് പോത്തിഫറിന്റെ വീട്ടിലാണോ, അവിടെ നമ്പർ 1. അപ്പൻ്റെ വീട്ടിലാണോ, നമ്പർ 1. പോത്തിഫറിന്റെ വീട്ടിലാണോ, നമ്പർ 1. ജയിലിലാണോ, നമ്പർ 1. ഇതാ അവൻ കൊട്ടാരത്തിലേക്ക് കയറുന്നു. എവിടെ പോയാലും ഫേവറാണ്. നീ എവിടെ പോയാലും കുറഞ്ഞു പോകില്ല. സ്കൂളിൽ പോയാൽ, കോളേജിൽ ചെന്നാൽ, എന്തിനാ ഒരു കല്യാണ വീട്ടിൽ പോയാൽ പോലും നിന്നെ ആരും മാറ്റി നിർത്തൂല. നിന്റെ മേൽ ഭയങ്കര ഫേവറാണ്. എല്ലാവരും നിന്റെ ചുറ്റും കൂടും. നിന്നിൽ നിന്ന് അവർക്ക് കിട്ടാനുണ്ട്. എവിടെ ചെന്നാലും നിനക്ക് ഒരു 1ാം സ്ഥാനം കിട്ടും. നിനക്കൊരു കസേര എവിടെ ചെന്നാലും ഉണ്ട് ജോസഫേ. ഇന്ന് ഹൃദ്യമായി പരിശുദ്ധാത്മാവ് പലരോടും പറയുന്നു, നീ എവിടെ ചെന്നാലും നിന്നെ മാറ്റി നിർത്തില്ല. അത് നിന്റെ വിളി അതാണ്, നിന്റെ ഭാവി അതാണ്, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. നീ കർത്താവിൻ്റെ പ്രത്യേക സമ്പത്താണ്, നീ ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവരെനിക്ക് നിക്ഷേപമായിരിക്കുമെന്നുള്ള വാക്യം പോലെ നാം ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളാണ്. അതിൻ്റെ അർത്ഥം നിധികളാണ്. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ആൾക്കാരാണ് നമ്മൾ. ദൈവത്തിൻ്റെ VVIPകളാണ്. എവിടെ ഇട്ടാൽ ഉയർന്നു വരും. പിശാചിന് തോൽപ്പിക്കാനൊന്നും കഴിയില്ല. പാതാള ഗോപുരത്തിന് നിന്നെ ജയിക്കാൻ കഴിയില്ല. നീ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടും ജനിച്ച വ്യക്തിയാണ്. യേശുവിൻ്റെ ചോരയാൽ കഴുകൽപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞാണ്. നിനക്കെതിരെ എല്ലാവർക്കും അസൂയയാണ്. നിനക്കെതിരെ മന്ത്രവാദം എല്ലാം ചെയ്യട്ടെ. മന്ത്രവാദിയുടെ കുറെ കാശങ്ങോട് പോയി തീരട്ടെ. ചെയ്യാന്നേ ഉള്ളൂ മന്ത്രവാദം. ഒരിക്കൽ എവൻലി വിസ്റ്റിലെ തോമസ് കുട്ടിബാറിനോട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ബ്രദറേ, മന്ത്രവാദമാണ് ഞങ്ങളുടെ വീടിനെതിരെ. അപ്പോൾ തോമസ് കുട്ടിബാർ ചോദിച്ചു, എന്താ മന്ത്രവാദം? അതെ, ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ മഞ്ഞൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു, സ്റ്റെപ്പയിൽ മഞ്ഞൾ. അതിനകത്ത് 1 രൂപയുടെ 1 രൂപയും ഉണ്ട്, ഒരു കോയിനും ഉണ്ട്, ഒരു കോഴിമുട്ടയും. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു, സൗകര്യം രക്ഷിക്കപ്പെട്ടതാണോ? ആണ്. സ്നാനപ്പെട്ടതാണോ? ആണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതാണോ? ആണ്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു പണി, മഞ്ഞൾപ്പൊടി സാമ്പാറിലിട്ടേക്ക്. അത് ഇടാൻ പറ്റിയ സ്ഥലം അതാണ്. 1 രൂപയ്ക്ക്
ഒരു മിഠായി മേടിച്ച് തിന്നെ, മുട്ടയില്ലേ നല്ലൊരു ബുൾസൈ അടിച്ച് തിന്നെ, ഇത്രയേ ഉള്ളൂ. ഒരുത്തൻ കഷ്ടപ്പെട്ട് പൂജ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചതല്ലേ, നിനക്കിതൊന്നും ഫലിക്കില്ല. കാരണം നിന്റെ ഭാവി യേശുവിൻ്റെ കയ്യിലാണ്. ഇത് കേൾക്കുന്ന ചിലർക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാകും. ഈ ഉദാഹരണം അത് ഭയങ്കര ധൈര്യപ്പെടും. നീ ഒരിക്കലും പേടിക്കരുത്, നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. മന്ത്രവാദം ചെയ്യുന്നവൻ്റെ കയ്യിലെ കാശ് പോകുന്നുള്ളു. ആർക്കും നിന്നെ ഈ കടൽ തിരമാലകൾ വന്ന് വരുന്ന വരവെന്താണ്, ഇപ്പം നിന്നെ തീർക്കാമെന്നും പറഞ്ഞ്. പക്ഷെ കുറേ പാറകൾ സർക്കാർ കൊണ്ടുവന്ന് കടൽ ഭിത്തികളായിട്ട് വെച്ചിട്ടുണ്ട്. അതേൽ വന്ന് ഇടിച്ചിട്ട് തിരമാല ചിതറിപ്പോവുകയാണ്. ഇവർക്കൊരു അനക്കമില്ല. ഇതുപോലെയാണ് നീയാകുന്ന പാറയിൽ ഇടിച്ചാൽ എല്ലാം ചിതറിപ്പോവും. വരുന്ന വരവ് മാത്രമേ ഉള്ളൂ, അത് 4 വഴിക്ക് ചിതറിപ്പോവും. ഈ സത്യം നീ അറിയണം. നീ വളരെ പ്രഷ്യസ് ആണ്. ജോസഫ്, ഇതാ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോസഫ് പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് കയറും. രാജാവിൻ്റെ സ്വപ്നം അവൻ വ്യാഖ്യാനിക്കുന്നു. അതിൻ്റെ പോംവഴികൾ അവൻ്റെ വായിൽ ദൈവം കൊടുക്കുന്നു. ആർക്കും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവൻ്റെ വായിൽ വരികയാണ്. സൂപ്പർ നാച്ചുറൽ ദൈവം അവന് തുറന്നു കൊടുത്തു. ആർക്കും തുറക്കാത്തത് ദൈവം തുറന്നു കൊടുത്തു. ഇത്രയും കാര്യമുള്ളൂ. ദൈവം ചിലത് തുറന്നു തന്നാൽ മതി. ജോസഫ് പറഞ്ഞു 7 വർഷം വലിയ സമൃദ്ധി ഉണ്ടാകും. ആ 7 വർഷം സമൃദ്ധിയിൽ നിന്നെടുത്ത് ശേഖരിച്ചു വെച്ചാൽ അടുത്ത 7 വർഷത്തെ ക്ഷാമത്തിൽ വലിയ സംരക്ഷണം നമുക്കുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. വരാൻ പോകുന്ന 7 വർഷത്തെ ക്ഷാമത്തെ ആദ്യത്തെ 7 വർഷത്തെ സമൃദ്ധി കൊണ്ട് ബാലൻസ് ചെയ്യണം. അതിന് ഇന്ന കാര്യം ചെയ്യണം. 5-1 ജനങ്ങളിൽ നിന്ന് വാങ്ങണം. പാണ്ഡികശാല പണിയണം. രാജാവ് പറഞ്ഞു, ഇതൊക്കെ ചെയ്യാൻ നിനക്കേ പറ്റൂ. രാജാവ് അവനെ ഇതിൻ്റെ എല്ലാം ഈ രാജ്യത്തിൻ്റെ മേലധികാരിയാക്കി, ആ കുടുംബത്തിന് പിതാവാക്കി, കൊട്ടാരത്തിൽ രാജാവിൻ്റെ പിതാവാക്കി മാറ്റി. അവൻ രാജാവിൻ്റെ മുകളിലെത്തി. രാജ്യം മുഴുവൻ അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അവൻ്റെ വസ്ത്രം രാജകീയ വസ്ത്രം, നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഏറ്റവും വിലയേറിയ വസ്ത്രം അവന് കിട്ടി. ചേട്ടന്മാരെന്താ പറഞ്ഞത്? നിന്റെ വസ്ത്രം ഇനി നീ ഉടുക്കുന്ന കാണാം. അടിമ വസ്ത്രമാക്കി അവനെ വിട്ടതാണ്. അടിവസ്ത്രം ഇട്ടിട്ട് അവനെ കൈയും കെട്ടി കാലും കെട്ടി വിട്ടതാണ്. അവൻ്റെ സ്വപ്നം എന്താകും? ഈ വസ്ത്രം നീ ധരിക്കുന്ന കാണും. രാജവസ്ത്രത്തിൽ അവനെത്തി. 2 സ്വപ്നത്തിൽ അവനെത്തി. എന്താണ്? ഈ ചേട്ടന്മാര് ഇവൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി. ചേട്ടന്മാരവനെ നമസ്കരിക്കുന്നതാണ് കണ്ടത്. അതിലേക്ക് അവൻ വന്നു. തീർന്നില്ല. അപ്പൻ്റെ സ്നേഹം അവന് നഷ്ടപ്പെട്ടു പോയത്. അപ്പൻ്റെ സ്നേഹമാണ്. അപ്പൻ അവനെ കാണാൻ വന്നു. കെട്ടിപ്പിടിച്ച്, എൻ്റെ മോനെ, എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് നിന്നെ കണ്ടല്ലോ. അവൻ്റെ അവസാന നാൾ, അപ്പൻ്റെ അവസാന നാളുകളിൽ ജോസഫിന് കിട്ടിയ സ്നേഹത്തിന് കയ്യും കണക്കുമില്ല. ജോസഫിൻ്റെ 2 കുഞ്ഞുങ്ങളെ ഇരട്ടി അവകാശം കൊടുത്ത് ജോസഫിനെ 2 കുഞ്ഞുങ്ങളെ സ്പെഷ്യലായിട്ട് അനുഗ്രഹിച്ചു. അപ്പൻ്റെ അനുഗ്രഹം, അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ കരുതൽ മാത്രമല്ല, അപ്പനെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കാൻ ജോസഫിന് കൃപ കിട്ടി. അപ്പൻ്റെ അടക്കം മിസ്രൈം രാജ്യത്തിലെ ഏറ്റവും വലിയ അടക്കമായി മാറി. ഒരു രാജാവിനെ അടക്കുന്നത് പോലെ ജോസഫ് അപ്പനെ അടക്കം ചെയ്തു. എത്ര ഭയങ്കരമാണ് സ്നേഹം! അപ്പൻ്റെ സ്നേഹം, അപ്പൻ കൊടുത്തതിനേക്കാൾ വലിയ അങ്കി, കണ്ട സ്വപ്നത്തിൻ്റെ നിവൃത്തി. നിന്റെ സ്വപ്നം എന്താകുമെന്ന് ആര് ചോദിച്ചാലും അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറം ദൈവം നിന്നെക്കുറിച്ച് കരുതിയത് അത് നടക്കും, പൂർത്തീകരിക്കപ്പെടും. പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ ദൂത് കേൾക്കേണ്ടവർ ഇന്ന് വന്നിട്ടുണ്ട്, ഇനി വരാനുമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വിരോധങ്ങളിൽ നിന്നും ഇവർ പുറത്തു വരട്ടെ. ഇവരനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ സമൃദ്ധിയുള്ളവരാകട്ടെ. അവർ സംതൃപ്തരാകട്ടെ. അവർ ഉയർച്ചയുള്ളവരാകട്ടെ. ഇവർ വളർന്നു പന്തലിക്കട്ടെ. ഇവർക്കെതിരെയുള്ള എല്ലാ പൈശാചിക കോട്ടകളെയും ഇടിച്ചു കളഞ്ഞിട്ട് ഇവർ എഴുന്നേറ്റ് വരട്ടെ. ഇവരുടെ മേലുള്ള അഭിഷേകം ജ്വലിക്കട്ടെ.
ജോസഫിനെ പോലെ അഭിഷേകത്തിൽ നിൽക്കട്ടെ, പ്രാർത്ഥനയിൽ നിൽക്കട്ടെ, ദൈവഭയത്തിൽ ജീവിക്കട്ടെ. ഓരോ ദിവസം കൃപ വർദ്ധിച്ചു വരട്ടെ, സൗഖ്യം വർദ്ധിക്കട്ടെ, സമാധാനം വർദ്ധിക്കട്ടെ, ബന്ധനങ്ങളെ പൊട്ടിച്ചു പുറത്തു വരട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കും. ഈ വചനങ്ങൾ വിശ്വസിക്കുക, ഇതിൽ മാത്രം സഞ്ചരിക്കുക, വേദപുസ്തകത്തിൽ നിറഞ്ഞു ജീവിക്കുക. നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു.